പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട്. ഈ സമയം എനിക്ക് എന്തെങ്കിലും കഴിക്കാനും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴേക്കും കുറച്ച് ദോശമാവുണ്ട് അതിൽ. ഞാനതെടുത്ത് കലക്കി ദോശ ഉണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചു. അത് ചൂടാകുമ്പോഴേക്കും ചായ ഇടാമെന്ന് കരുതി ഒരു ചായപാത്രം അടുപ്പത്ത് വെച്ച് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അതിലൊഴിച്ച് അടുപ്പിൽ വെച്ചു. പാല് ചൂടാകുമ്പോഴേക്കും അതിൻ്റെ മസാല തട്ടിയെടുക്കാം. അതിനായിട്ട് 1 കഷ്ണം ഇഞ്ചി, 1 ഏലക്ക, 4-5 കുരുമുളക്, 1 കഷ്ണം ഗ്രാമ്പു, ഇത്രയും നന്നായി തട്ടിയെടുക്കാം. തട്ടിയെടുത്തിട്ട് അപ്പോഴേക്കും ദോശക്കല്ല് ചൂടായി. നമുക്കിനി ദോശ ഒഴിക്കാം. എണ്ണ തേച്ച് ദോശ ഒഴിച്ച് ഒരു അല്പം ബട്ടർ തേച്ച് കൊടുക്കാം അതിൻ്റെ പുറത്ത്. ബട്ടർ നന്നായി തേച്ചതിന് ശേഷം അല്പം ഒരേഗാനോ ഇട്ട് കൊടുക്കാം. പുറത്ത് വിതറി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി വിതറാം അതിൻ്റെ മുകളിൽ. അതിനുശേഷം കുറച്ച് ഗ്രേറ്റഡ് ചീസും കൂടി അതിൻ്റെ പുറത്ത് വിതറി വെന്തതിന് ശേഷം അതൊരു പ്ലേറ്റിലാക്കാം. ദോശ ഇളക്കി ഒരു പ്ലേറ്റിലാക്കാം. അപ്പോഴേക്കും ചായ അടുപ്പത്ത് വെച്ചിരുന്നല്ലോ, പാല് തിളച്ചോ നോക്കാം. പാല് തിളച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ തേയില ഇട്ട് നന്നായി ഇളക്കി 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നേരത്തെ തട്ടി വെച്ചിരുന്ന മസാലയും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ച് ദോശയും ചായ ഒരു കപ്പിൽ ഒഴിച്ച്